ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? നല്ല വോളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കത്തുന്ന വോളറ്റാലിറ്റി ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ പ്രോപ്പറായിട്ട് ട്രാപ്പും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കാണിച്ചു. ആ ഒരു സപ്പോർട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു നമുക്ക് കാണാൻ പറ്റി. ബട്ട് ഇൻഫാക്ട് നമ്മളവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ താഴത്തേക്കുള്ള ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവൽസ് പറഞ്ഞ് വിത്തിൻ നോ ടൈം ഞാൻ അവിടെ അഗ്രസീവ് ആവരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ പ്രീമിയം മൂവ് ആവുന്നത് കാണാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ട്രേഡ് എടുക്കുമ്പം എപ്പോഴും നമ്മൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ചുമ്മാ ഒന്ന് റെഫർ ചെയ്തേക്കണം എന്നുള്ളത്. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഓപ്ഷൻസിലാണ്. ഓപ്ഷൻസിനകത്ത് മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിനകത്ത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടതുണ്ട്. സോ ഇന്ന് മാർക്കറ്റ് ടെക്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്തൊരു പ്രീമിയം 10 പോയിന്റ് പോലും മൂവ് ആവാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രീമിയത്തിന് മൂവ് ഇല്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. ആൻഡ് മുകളിലേക്കുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിനുശേഷം താഴത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ട്രേഡ് വന്നിട്ടുണ്ട്. ആൻഡ് ട്രേഡ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാനിന്നൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ല കലി വരിക എന്നുള്ളതാണ്. അത് പറഞ്ഞു വന്നപ്പോൾ ഓർത്തതാണ് 51 to 45 ഒരു റൺവേ ഗ്യാപ്പ് പെൻഡിങ് ഉണ്ട്. ഇന്നത്തെ കേസിലടക്കം ഞാൻ അതിനെ ടാർഗറ്റ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തത്. ബട്ട് എൻ്റെ SL എന്തായിരുന്നോ അതിനെ കറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഒരു 10 പൈസ പോലും മാർക്കറ്റ് താഴത്തേക്ക് പോയില്ല. അവിടുന്ന് ഷാർപ്പായിട്ട് റിവേഴ്സായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ഫ്രസ്ട്രേഷനൊക്കെ വരും. പിന്നെ രാവിലെ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ആൻഡ് അതിന് ഉണ്ടാക്കിയ പ്രോഫിറ്റിന് ചെറിയ റിസ്ക് വെച്ചിട്ടുള്ള ട്രേഡാണ്. അതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി എന്നുള്ള ലെവലിൽ നിന്നു മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ട്രേഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുരുപൊട്ടുന്ന സിനാരിയോസാണ്. ആൻഡ് പറഞ്ഞു വന്ന കേസിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എബിലിറ്റി നന്നാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. മാർക്കറ്റിനെ വായിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യത്തിലേക്കും കൂടി ചെറുതായിട്ടൊന്ന് കടന്നു വരേണ്ടതുണ്ട്. നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണെന്നറിയോ, നമ്മളുടെ കഴിവിനെ നമുക്ക് തേച്ച് മിനുക്കാൻ പറ്റും. അത് ട്രേഡിംഗ് ആവട്ടെ, ക്ലാസ് എടുക്കലാവട്ടെ, എന്തോ ആവട്ടെ, അതിനെ നമുക്ക് തേച്ച് മിനുക്കി എടുക്കാൻ പറ്റും. 2, ഈ ഉണ്ടാക്കുന്നവരെ അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞ് പദം പറഞ്ഞ് കുണുസായ്മ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും. ഇതിനകത്ത് ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. ഇപ്പം നമ്മുടെ ഒരു ടെലഗ്രാമിൻ്റെ ട്രാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. SL വരുന്നില്ല എന്നുള്ളൊരു അവകാശവാദം എനിക്കില്ലേ ഇല്ല. ബട്ട് എന്നൊക്കെ ഞാൻ റിവേഴ്സൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ ലെവൽസ് തന്നിട്ടുണ്ടോ അതിനകത്ത് 70+% ടാർഗറ്റ് ഹിറ്റ് ആവുന്ന ട്രേഡുകൾ ഞാൻ തന്നിട്ടുണ്ട്. എന്നൊക്കെ ഞാൻ റിവേഴ്സൽ പറഞ്ഞിട്ടുണ്ടോ ആ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ശകലം മുകളിലേക്കോ താഴത്തേക്കോ പോയിട്ട് അവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ റീഡ് ചെയ്യുന്ന എബിലിറ്റിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കരയാൻ നിന്ന് കഴിഞ്ഞാൽ മറ്റേ പണ്ട് നമ്മുടെ ആ ബ്ലോഗർ അർജു പറഞ്ഞ സീനുണ്ടല്ലോ, നീ കരയണ്ട, നിന്റെ കരയിൽ ആർക്കും കാണണ്ട, ആ ഒരു ലെവലിലേക്കായി പോകുന്നതാണ്. നമ്മളുടെ എബിലിറ്റി വലുതാക്കി എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്കറ്റ് റിവേഴ്സ് ആവും എന്ന് ഞാൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിവേഴ്സ് ആവുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളതൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ എന്താണ് ഞാൻ ആ ഒരു പോയിന്റിൽ വായിച്ചിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കുക. ആൻഡ് SL ട്രയൽ ചെയ്യാൻ പറയുമ്പം എന്തുകൊണ്ടായിരിക്കും അയാളത് പറഞ്ഞിട്ടുള്ളതെന്ന് ചിന്തിക്കുക. കാരണം അൾട്ടിമേറ്റ്ലി നാളെ ഇപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ ആര് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ല എന്നാൽ പോലും നിങ്ങൾക്ക് സ്വയമായിട്ട് ട്രേഡ് എടുക്കാനും സ്വയമായിട്ട് മാർക്കറ്റിനെ വായിക്കാനുമുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് മറ്റവൻ എന്തുണ്ടാക്കി, മറ്റവൻ്റെ പിയാനിൽ എത്രയാണ്, മറ്റവൻ്റെ മാങ്ങാത്തൊലി എന്താണ്, ഇതൊന്നും നിങ്ങളെ സംബന്ധിച്ച് ബോധേഡാവുന്ന കാര്യമല്ല. നിങ്ങളുടെ അറിവ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പം ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ മാർക്കറ്റ് ലെവൽസ് പറഞ്ഞു തരുമ്പം ഓക്കെ, ഈ ലെവൽസ് എന്തുകൊണ്ട് ഇയാൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഈ ലെവൽസ് ഒന്നും ഇയാൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ലെവൽസ് ഒന്നും ഓൾമോസ്റ്റ് മിക്കവാറും ദിവസങ്ങൾ ഷാർപ്പായിട്ടുള്ള മൂവ് തരുന്നുണ്ട്. അവിടെ എന്ത് സ്ട്രാറ്റജിയാണ് അയാൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അയാൾ പ്രൈസിനെ എങ്ങനെയാണ് വായിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നോക്കുക. ഇതുകൊണ്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ആരും ഇൻകം ടാക്സ് ഓഫീസേഴ്സൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞു വന്ന കേസ് വേറൊന്നുമല്ല. കഴിഞ്ഞ ദിവസം മറ്റേ ക്രിപ്റ്റോയുടെ വീഡിയോസ് ഇല്ലേ, അതിനകത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ്, ഒരു നെഗറ്റീവ് കമൻറ്റ് നമ്മൾ അത് നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട് വരുന്ന ആളാണ്. അത് ആരാണെന്നുള്ളതിനെ കുറിച്ചും ഏകദേശം ധാരണയൊക്കെ നമുക്കുണ്ട്. അപ്പം ബാക്കിയുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു വന്ന കേസ് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കഴിവുകൾ വലുതാക്കിയെടുക്കാൻ ശ്രമിക്കുക. നമ്മളുടെ കഴിവുകൾ ഈച്ച് ആൻഡ് എവറി ഡേ തേച്ചും എനിക്ക് പോളിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈച്ച് ആൻഡ് എവറി ഡേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഏറ്റവും തുടക്കത്തിലേക്ക് പോയാൽ മതി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസോ അല്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിലോ അല്ല ഇന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇന്ന് സ്പോട്ട് ബൈ സ്പോട്ടിൽ ഞാൻ ഇങ്ങനെയാവും സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് മൊമെൻറ്റം ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നുണ്ട്. അന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നുള്ളതിനേക്കാട്ടിലും ഞാൻ എന്നെ തേച്ചും എനിക്ക് പോളിഷ് ചെയ്ത്
അതിനെ എത്രയോ മുകളിലുള്ള സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്ന ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരും ജോയിൻ ആയിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ന ലെവലിൻ്റെ മുകളിൽ മൂവ് ഉണ്ടാവും, അല്ലെങ്കിൽ താഴത്തേക്കുള്ള പ്രീമിയം പോകുന്നില്ല, അഗ്രസീവ് ആവാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ കറക്റ്റായിട്ട് വെച്ചോ പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്, മാർക്കറ്റ് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ പറയാൻ പറ്റുന്നത് നമ്മളുടെ കഴിവുകളെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കുമ്പോഴാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും അതിനായിട്ടുള്ള എഫേർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടത്, കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിൻ്റെ ഇൻട്രോയിൽ ഇതേപോലത്തുള്ള ഈ കഥ പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ആരും തന്നെ ലോജിക്ക് ചോദിക്കുന്നില്ല എന്നുള്ളത്. ആൻഡ് അപ്പോൾ അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കമൻറ്റ് വന്നു. ലോജിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫീസ് കൊടുത്തിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോന്നാണ് ബാക്കിയുള്ള എല്ലാവരും പറയാറെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അയാൾക്ക് കൊടുത്ത മറുപടി ഇതാണ്, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആരെയും ഞാൻ എന്ത് ചെയ്യാറില്ല, ഫീസ് കൊടുത്തിട്ട് ക്ലാസ് ജോയിൻ ചെയ്തോന്നുകൊണ്ട് വിളിക്കാറില്ല. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ഡൗട്ടുകൾക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ആൻഡ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് സംശയങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് മാക്സിമം ഞാൻ റിപ്ലൈ തരാറുണ്ട്. കമൻ്റ് ആയിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പിറ്റത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാറുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക. എപ്പോഴും പണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഒരാളെ മുമ്പിൽ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളുടെയാണ് ആവശ്യം, നമ്മൾ നന്നാൻ വേണ്ട. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിലൊക്കെ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെയും നമ്പർ എൻ്റെ ഫോണിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വരെ വിളിച്ചുകൊണ്ടിരിക്കും, ഒരാൾ പോലും റിപ്ലൈ തരില്ല, അത് വേറെ കാര്യം. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ റെഡിയായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് അവൻ്റെ കംഫർട്ട് സോണിലാണോ അവൻ ഇരിക്കുന്നത്, അതല്ലെങ്കിൽ അവൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റേത് മറിച്ചൊന്നും എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ വളരുക എന്നുള്ളതാണ്, എൻ്റെ സ്റ്റഡി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിൻ്റെ കൂടെ ആര് നിൽക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് എന്താണോ ഡൗട്ടുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ചോദിച്ചു വന്നേ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് ഇവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിവേഴ്സ് പറഞ്ഞതെന്നുള്ളത്. ഇൻഷാല്ലാ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ എന്താണ് നമ്മൾ പറഞ്ഞ ലെവൽസ് എന്താണ്, അവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം, ഇഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. കുറേ ലെങ്തി ആയിട്ടുള്ള ഇൻട്രോ ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നമുക്ക് ആദ്യം ടെലഗ്രാമിലേക്ക് ക്വിക്കായിട്ടൊന്ന് പോയിട്ട് വരാം, എങ്ങനെയായിരുന്നു നമ്മുടെ ഡിസ്കഷൻ ലെവൽസും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ആൻഡ് ലെവൽസ് പറഞ്ഞതിൻ്റെ താഴത്തേക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് എബോ ഓർ ബിലോ ദിസ് ലെവൽ എന്നുള്ള പറഞ്ഞത്. ആൻഡ് നിഫ്റ്റി പ്രീമിയം ഒന്നും അനങ്ങുന്നില്ല, ബി കെയർഫുൾ. അതായത് താഴത്തേക്കാണ് മാർക്കറ്റ് ആ ഒരു ലെവൽ ആ ഒരു സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് താഴത്തേക്കുള്ള പ്രീമിയം അനങ്ങുന്നില്ല, ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോളേ എന്നുള്ളത്. നിഫ്റ്റി പ്രീമിയം ഒന്നും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇതിന് മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പം അവിടെ പ്രീമിയം അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സെല്ലേഴ്സ് ഓർ ബയേഴ്സ് പേടിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബയർ ആയിട്ടുള്ള എനിക്ക് അവിടെ ഒരു മൂവ് കിട്ടൂല. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോമൺ സെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ 11:28 ഞാൻ പറയുന്നത് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ SL കോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ട്രയൽ ചെയ്തോ എന്നുള്ളത്. 11:28 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. 11:28 യെസ്, ഇവിടെയാണ്. നോക്കി, ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഞാനത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എത്ര പോയിന്റാണ് മൂവ് ചെയ്തിട്ടുള്ളത്? വളരെ ചെറിയൊരു മൈന്യൂട്ട് പോയിന്റാണ് പോയിട്ടുള്ളത്, അല്ലേ? ബട്ട് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ അതിൻ്റെ ഫാളിൻ്റെ സ്പീഡ് എന്താണെന്ന് നോക്കിയത് നിങ്ങൾ. ഇത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റിൽ അതിനെ ട്രയൽ ചെയ്ത് വെക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു വൺ ഡയറക്ഷൻ മൂവ് ആണ് ഇവിടുന്ന് വന്നിട്ടുള്ളത്, അല്ലേ? ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ഹൈനൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഗ്രസീവ് ആയിട്ടുള്ള കുറച്ച് ക്യാൻഡിൽസ് ഉണ്ടാക്കുകയാണ്. അഗ്രസീവ് ആയിട്ടുള്ള വലിയ വലിയ ക്യാൻഡിൽസ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ക്യാൻഡിൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആവില്ല എന്നുള്ളതാണ്. അതിന് മുമ്പുള്ള പല സ്റ്റോറീസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് ഇതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 57 ഇതല്ലാണ്ട് വേറൊരു ഹൈയും കൂടി ഇവിടെയുണ്ട്. കേടാ 51,780 എന്നുള്ള ലെവൽ മാർക്കറ്റ് ഇവിടുന്ന് ഷാർപ്പായിട്ട് ഫോൾ ആയിട്ടുള്ള പോയിന്റാണ്. ആൻഡ് ആ ഒരു പോയിന്റിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഹെൽത്തി അല്ലാത്തൊരു പോക്കാണ്. ഇത്ര മാത്രം മതി നമുക്ക് മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാനായിട്ട്. അവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് കൊളാപ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി. എൻ്റെ അടുത്ത ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഐ തിങ്ക് ഈ ഒരു പോയിന്റിലൊക്കെയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറി
എഗെയിൻ ഈ വന്ന വരവിൻ്റെ എസ് എൽ ഹിറ്റാക്കി, എന്നിട്ട് ഇത് പ്രീമിയത്തിൽ തന്നെ 10-100 ശതമാനം പോയിൻ്റൊക്കെ മുമ്പിലേക്ക് ട്രാവൽ ചെയ്യുന്നത് കാണാൻ പറ്റി. ആൻഡ് ഇന്നിപ്പോൾ ട്രേഡ് ഇല്ലാത്ത ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് മോർണിംഗിൽ നമുക്ക് ട്രേഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുവൊക്കെ പൊട്ടിയേനെ. എൻ്റെതാണെന്നുണ്ടെങ്കിലും പൊട്ടു കേട്ടോ, പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. ആൻഡ് ഇനി നാളത്തേക്ക് എന്താണ് എന്ന് പറഞ്ഞു പോകുന്നതിന് മുമ്പ് നല്ല വോളറ്റൈലിറ്റി മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. താഴത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബിഗ് ക്യാൻഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മുകളിലേക്കുള്ള ക്യാൻഡിൽസ്, ഈ ഒരു ക്യാൻഡിലൊക്കെ ഉണ്ടാവും, ഈ ഒരു ക്യാൻഡിലൊക്കെ പ്രോപ്പർ ട്രാപ്പിംഗ് ക്യാൻഡിലാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നല്ല വലിയ ക്യാൻഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. സോ പ്രോപ്പർ വോളറ്റൈലിറ്റി മാർക്കറ്റ് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഇൻഫാക്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 51,000 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് വീണ്ടും മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഈ ഒരു ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത് 51,700 എന്നുള്ളതാണ്. 51,700 എന്നുള്ള ലെവലിനെ നമുക്കൊരു ബേസ് ആയിട്ട് മാർക്ക് ചെയ്യാം. 700, 715 എടുക്കാം നമുക്ക്. 51,750 എന്നുള്ള ലെവലിനെ നമുക്കൊരു ബേസ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓൺ ദ അപ്പർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 50,750 ആണ്. ആൻഡ് അപ്പർ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് 51,050 എന്നുള്ള ലെവലാണ്. സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം. ഈ രണ്ട് ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ ട്രേഡുകൾ വരാൻ പോകുന്നത്. സോ ഇൻട്രാഡേയിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ് ഓൾവേസ് ഞാനത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ 750യുടെ താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 500 എന്നുള്ള ലെവലും അതിന് ശേഷമുള്ള ടാർഗറ്റായിട്ട് 250 എന്നുള്ള ലെവലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് അതിൻ്റെ സെയിം ടൈം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റ് നമ്മൾ എന്തായാലും നമ്മുടെ മനസ്സിലൊന്ന് വെക്കേണ്ടതുണ്ട്. ലെവൽ എന്ന് പറയുന്നത് 51,600 എന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു ട്രാപ്പ് മാർക്കറ്റ് തരാൻ ചാൻസ് ഉണ്ട്. കാരണം ലാസ്റ്റ് ടൈം വിക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് ഒരു ചെറിയ ബയേഴ്സ് ആക്റ്റീവായി അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു എന്നൊക്കെ പറയുന്ന പോയിന്റ്. സോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബയേഴ്സ് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ 51,050യുടെ മുകളിൽ സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ പോലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിന് പ്ലാൻ ചെയ്യുക. കാരണം ഇതൊരു ട്രാപ്പ് വരാനുള്ള ചാൻസ് ഉള്ള ഏരിയ ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ആ ഒരു പോയിന്റിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അഗെയിൻ അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51,550യുടെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 250 എന്നുള്ള ലെവലിനെയും 250ക്ക് മുകളിലായിട്ട് 480 എന്നുള്ള ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാം. 480യുടെ മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 700 വരെയൊക്കെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിന് പ്ലാൻ ചെയ്യുക. കാരണം മുകളിലും താഴെയും ഒരു ചെറിയ ട്രാപ്പ് ഏരിയ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് അഗെയിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ട് ഓഫ് കോഴ്സ് ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു ബേസിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. 23,620 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ 720 എന്നുള്ള ലെവലാണ്. ആൻഡ് ഓൺ ദ ലോവർ സൈഡിന് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്ന പോയിന്റ് 530 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ അപ്പർ സൈഡ് അഗെയിൻ 800 എന്നുള്ള പോയിന്റാണ്. സോ ഈ ഒരു ലെവൽസിനൊക്കെ തന്നെ വാച്ച് ചെയ്യുക. ഓവർ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും, കാരണം ഇത്രയും നല്ലൊരു ഷാർപ്പ് സെൽ ഓഫ് ഉണ്ടായിട്ടുള്ളതാണ്. സോ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ സെല്ലർ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ നാളത്തെ എക്സ്പയറി ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡ് നാളെ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് ഒരു ചെറിയ തേപ്പ് നമ്മളവിടെ പ്രതീക്ഷിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലെവലിനാണ് നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്. അതായത് 23,645 എന്നുള്ള ലെവലും ഓൺ ദ ലോവർ സൈഡ് 23,500 എന്നുള്ള പോയിന്റുമാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ആൻഡ് ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രീമിയത്തിൽ എന്തെങ്കിലും കളികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് അഗെയിൻ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെന്ന് ബേസ് ഇതായിരുന്നു. ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ക്ലീൻ ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ബേസ് ആയിട്ട് എടുക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1766 എന്നുള്ള പോയിന്റാണ്. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഒരു ചെറിയൊരു സെൽ ഓഫ് ഉണ്ടാവാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം. ഓക്കെ, അഗെയിൻ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് 1288 എന്നുള്ള പോയിന്റാണ്. 1288ൻ്റെ താഴെ വന്നാൽ ചെറിയൊരു വീക്ക്നസ് അഗെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് 1735 എന്നുള്ള പോയിന്റാണ്. 1735ൻ്റെ താഴെ അഗെയിൻ ചെറിയ സെൽ ഓഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 1075 എന്നുള്ള ലെവൽ. 1075ൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ ചെറിയൊരു ബൈയിങ് എങ്കിലും അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് വാച്ച് ചെയ്യേണ്ടത്. 1905 എന്നുള്ള പോയിന്റിന് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ചെറിയൊരു ബൈയിങ്ങിലേക്കുള്ളൊരു മൊമെൻ്റ് അവിടെ കാണാൻ ചാൻസ് ഉള്ളൂ. അഗെയിൻ TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1115 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. അഗെയിൻ റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1215 എന്നുള്ള പോയിന്റാണ്. 1216 എന്നുള്ള പോയിന്റാണ് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്. ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫ്രഷ് ബൈയിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി ഇതിനടുത്ത് ഉണ്ടാവുള്ളൂ. അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് മൊമെൻറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. എഗെയിൻ പറയുകയാണ്, നമ്മളുടെ സ്റ്റഡിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ലൈക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളുടെ കൂടെ എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് മാത്രമായിരിക്കും നമ്മളെ കയറി നടക്കാനായിട്ട് കപ്പാസിറ്റി തരിക എന്നുള്ളതാണ്. അത് അനുഭവിച്ചു വന്നിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. എൻ്റെ വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമ്മളുടെ കോൺഫിഡൻസ് ആണ് നമ്മുടെ മാർക്കറ്റിൽ മുന്നോട്ട് നടത്തുന്നത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.